ജെറൂസലേമിൽ കനത്ത കാട്ടുതീ. ജെറൂസലേമിലെ ഇസ്രയേലിൻ്റെ ഏറ്റവും പ്രധാനമായ ടെല്ലവീവ് ഹൈവേയോട് ചേർന്നുള്ള സ്ഥലത്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടുതീ അതിശക്തമായി പടർന്നത്. അണയ്ക്കാൻ കഴിയാത്തവണ്ണം വാഹനങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന ഒരുപാട് മനുഷ്യരെ കാണാം. അതുപോലെ തന്നെ നിരവധിയായ ആളുകൾക്ക് പൊള്ളലേൽക്കുകയും ധാരാളം നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം. ഇസ്രയേൽ അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ക്രൊയേഷ്യ, ഗ്രീസ്, ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ ഫയർ ഫൈറ്റിംഗ് മെക്കാനിസം കൊണ്ട് ഇതിനെ തടയണമെന്നും ഇത് ഇല്ലാതാക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. 120ഓളം ഫയർ യൂണിറ്റുകൾ, ഹെലികോപ്റ്ററുകൾ സഹിതം ഈ തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. എങ്കിലും അത് പൂർണ്ണമായി നിയന്ത്രണ വിധേയമാകാത്തവണ്ണം കത്തിപ്പടരുകയാണ്. ഇസ്രയേലിലെ തീപിടുത്തത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, ഇതിനു മുമ്പ് ലോസ് ഏഞ്ചൽസിൽ തീപിടുത്തമുണ്ടായപ്പോൾ അനിൽ മുഹമ്മദ് ചിരിച്ചു. അവിടുത്തെ ആളുകൾക്ക് സന്തോഷമുണ്ടാകുന്നത് കണ്ട് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജയശങ്കരൻ അടക്കമുള്ളവർ ഒരുപാട് ബഹളം വെച്ചിരുന്നു. യഥാർത്ഥത്തിൽ അന്ന് പറഞ്ഞതെന്താണ് എന്നും പറയുന്നതെന്താണ്? അന്ന് പറഞ്ഞത്, അവിടുത്തെ ഒരു ഹോളിവുഡ് നടൻ ഒരു ചാനലിലൂടെ പരസ്യമായി വന്ന് ഒരു കുഞ്ഞുങ്ങളെയും ബാക്കി വച്ചേക്കരുത്, എല്ലാവരെയും തീർത്ത് കളയണം, എന്തിനാണ് അങ്ങനൊരു രാജ്യത്തെ ബാക്കി വച്ചേക്കുന്നത് എന്ന് ചോദിച്ച ആൾ തൻ്റെ മുഴുവൻ സംഗതികളും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് സമാനമായ സാമൂഹ്യ മാധ്യമത്തിലൂടെ പറയുന്നത് കണ്ടപ്പോൾ അത് മനുഷ്യർക്ക് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞു, മനുഷ്യർക്ക് ചിന്തിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ആ ചിന്തിക്കാനുള്ളതും പഠിക്കാനുള്ളതും എല്ലാ മനുഷ്യർക്കും ബാധകമാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ദുരന്തങ്ങളുടെ കാരണം എന്താണ്? അതെന്തെങ്കിലും തരത്തിലുള്ള പരീക്ഷണമാണോ, അവർക്ക് കൊടുത്തതാണോ? ഇതൊന്നും നിശ്ചയിക്കാൻ നമ്മൾ ഉടയതമ്പുരാനല്ല. പക്ഷേ പലതുമൊക്കെ സംഭവിക്കുമ്പോൾ, പലതുമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മനുഷ്യൻ പാഠം പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് അത് എല്ലാ കാലത്തും മനുഷ്യനെ ഉണർത്തുന്നതാണ്. വേദഗ്രന്ഥങ്ങൾ പറയുന്നതാണ്, പ്രബോധകന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. അതിനാണ് മരണത്തെക്കുറിച്ച് പോലും മനുഷ്യനെ ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നത്. ഒരാൾ മരിക്കുന്ന വേള, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആളൂർ മരിച്ചു. അലമുറയിട്ട് ആളുകൾ അദ്ദേഹത്തെ തെറിയഭിഷേകം നടത്തി. എന്നാൽ ആ തെറിയഭിഷേകം നടത്താൻ കാരണം എന്താ? അയാൾ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത പ്രവൃത്തികളാണ്. ആ പ്രവൃത്തികളുടെ പേരിൽ അയാളെ അത്രമേൽ പറഞ്ഞിട്ട് ഈ വലിയ ന്യായം പറയുന്നവരാരും എന്തേ വീഡിയോ ചെയ്തില്ല? ബിനു ആൻ്റണി ആളൂരിനെ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാൻ പോകാഞ്ഞതെന്താ? എന്നാൽ മറ്റ് ചില സംഗതികൾ വരുമ്പം ആഘോഷിക്കുന്നതെന്താ? അതുപോലെ അവരവർക്കിഷ്ടമല്ലാത്തവർ മരിക്കുമ്പോൾ ആഘോഷിച്ച് ആ വീഡിയോകളൊക്കെ ആഘോഷപൂർവ്വം തമാശയായി ചെയ്യുന്നവരൊക്കെ ഇത് കാണുമ്പോൾ മിണ്ടാതിരിക്കുന്നത് എന്താ? അതുകൊണ്ട് ഏത് ദുരന്തങ്ങളുടെയും കാരണം നമുക്കറിയില്ല. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ, അവർക്കുണ്ടാകുന്ന ദുരന്തം, അവർക്കുണ്ടാകുന്ന നാശം അത് വേദനാകരമാണ് എവിടെ ഉണ്ടായാലും. പക്ഷേ അതിൽ നിന്നൊക്കെ മനുഷ്യർക്ക് പഠിക്കാനും ഉൾക്കൊള്ളാനും ഉണ്ട് എന്നുള്ളതൊരു സത്യസന്ധമായ കാര്യമാണ്. ഇങ്ങനെ പ്രയാസപ്പെട്ട് ഓടുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് വേറൊരു തൊട്ടടുത്ത സ്ഥലത്തും ഇതുപോലെ അല്ലാതെ മനുഷ്യനിർമ്മിതമായി കൊണ്ടിടുമ്പോൾ സമാനമായ രീതിയിലാണ് ഭയന്ന് മനുഷ്യർ ഓടുന്നത് എന്ന് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ചിന്തിക്കണം എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? നിൻ്റെ അച്ഛൻ മരിക്കുന്ന വേദന എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് തുല്യമാണ് എന്ന് കാണുമ്പോഴല്ലേ ആ അച്ഛൻ്റെ വേദന, മരണത്തിൻ്റെ വേദനയോട് നമുക്ക് നീതി പുലർത്താനാവൂ? അത് പറഞ്ഞു പോയാൽ പരിഹാസമാണെന്നാണ് പറയുന്നത്. ഏതായാലും പറയുന്നവർക്ക് പറയാം. പക്ഷേ ഈ പെട്ടെന്ന് ഇസ്രയേൽ ഇതുപോലെ തന്നെ ഒരു ലോകത്തോട് അഭ്യർത്ഥിക്കുകയും തങ്ങളുടെ നിസ്സഹായാവസ്ഥ ഇത് നിയന്ത്രിക്കുന്നതിന് മറ്റുള്ളവരുടെ സഹായം വേണമെന്ന് ചിന്തിക്കുകയും നിരപരാധികളായ ഒരുപാട് മനുഷ്യർ ഈ പറഞ്ഞ പരീക്ഷണത്തിന് വിധേയമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു സത്യം. തീ അടങ്ങട്ടെ, മനുഷ്യർക്ക് ശാന്തി കിട്ടട്ടെ. മനുഷ്യർക്ക് മാത്രമല്ല, മറ്റുള്ളവരെ കത്തിക്കാൻ നടക്കുന്ന ഈ ദുഷ്ടന്മാരുടെ മനസ്സിനു കൂടി ശാന്തിയും തണുപ്പും കിട്ടട്ടെ.